ചെമ്പനീർ പൂവിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി ചെയ്യുന്ന കള്ളത്തരങ്ങളൊന്നും തന്നെ ആരും കണ്ടുപിടിക്കുന്നില്ല. ഇതിനിടയിൽ നീലിമ വരുന്നുണ്ട്. അവളുടെ കയ്യിൽ നിന്നും ക്യാഷ് നമ്മുടെ ശ്രുതിയും കൂടി തട്ടുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തതൊന്ന് കണ്ടു നോക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിയോടാണെങ്കിൽ ഈ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാവുന്നുണ്ട്. കുറേ കാലമായല്ലോ നിന്റെ അച്ഛൻ ജയിലിലാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എവിടെ? ഞങ്ങൾ കുറേ അന്വേഷിച്ചു, അവിടെങ്ങും ജയിലിൽ അങ്ങനെയുള്ളില്ലെന്നാണല്ലോ പറച്ചില്. എന്തായാലും നീ നിന്റെ അച്ഛനോട് ചോദിച്ച് കുറച്ച് ക്യാഷ് മേടിച്ച് ഇങ്ങോട്ട് താ. ഇപ്പം തന്നെ കണ്ടില്ലേ ശ്രുതിയുടെ ഓരോ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ക്യാഷ് വേണം, ക്യാഷ് ഇവിടെ അത്യാവശ്യം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ്, അല്ലമ്മേ ഈ ഇടയ്ക്കല്ലേ എൻ്റെ അച്ഛൻ 50 ലക്ഷം രൂപ അയച്ചു തന്നിട്ട് ഈ ശ്രുതി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്? അപ്പോഴേക്കും അവൾ ചോദിക്കുകയാണ്, അല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പം കണ്ടില്ലേ വെട്ടുനില പൊട്ടി നിൽക്കാല്ലേ അവന്. 4 ലക്ഷം രൂപയാണ് ഒന്നും അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് പോയത്. ഇങ്ങനെ ബിസിനസ് പോയിക്കൊണ്ടെന്നാ ഇവനെങ്ങനെ ലാഭം ലഭിക്കാനാ? 50 ലക്ഷം രൂപയുടെ സാധനവും അവിടെ ഇരിപ്പുണ്ട്. അതിന് വിറ്റുപോയ 4 ലക്ഷം രൂപ ആണെങ്കിലോ കള്ളനോട്ടും. അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായി നിനക്ക് അറിയാലോ. ഇനിയിപ്പോൾ എന്തായാലും നിന്റെ അച്ഛനോട് കുറച്ച് കാശൂടെ തരാൻ പറ. ശ്രുതി അപ്പോഴേക്കും ശ്രുതിയോട് ചോദിക്കുകയാണ്, എന്താ ശ്രുതി ഇത്? നീ എന്നെ വിവാഹം കഴിച്ചപ്പോൾ നിനക്കെന്നെ ഇഷ്ടമായിരിക്കും ഞാൻ കരുതിയത്. പക്ഷെ നിനക്കെൻ്റെ കാശ് മാത്രം മതിയെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. നിന്റെ അമ്മയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എന്തായാലും ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാ. എൻ്റെ അച്ഛനിലേക്ക് മലേഷ്യയിലേക്ക് പോവാണ് എന്ന് പറയുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, അയ്യോ ശ്രുതി പോവല്ലേ, അങ്ങനെ നീ പറയില്ലേ. അമ്മ എന്തൊക്കെയാ അമ്മയെ പറയുന്നത്? അവളുടെ അച്ഛൻ ഇപ്പോൾ ജയിലിലല്ലേ. ജയിലിൽ നിന്നാണെങ്കിൽ പോലും ആ പാവ അച്ഛൻ 50 ലക്ഷം രൂപ മോക്ക് വേണ്ടി അയച്ചു കൊടുത്തില്ലേ. ഇനി കാശ് വെച്ചാൽ ജയിലിൽ കിടന്ന അച്ഛൻ എവിടെ നിന്ന് എടുത്തിട്ട് തരാനാ? എടാ അന്ന് 50 ലക്ഷം നൽകിയത് പോലും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നല്ലേ. അതുപോലെ അദ്ദേഹത്തിന് അയച്ചു തരാന്നല്ലേ ഉള്ളൂ. നിന്റെ ബിസിനസ്സിൻ്റെ ഞാൻ സംസാരിക്കുന്നേ എന്നൊക്കെ അവൾ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി അമ്മ പറഞ്ഞത് ശരിയല്ലേ, നമ്മുടെ ബിസിനസ് വേണ്ടിയിട്ടല്ലേ. എന്തൊക്കെയാ ശ്രുതി നീ പറയുന്നത്? അച്ഛൻ ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ പോയി കാശെന്ന് ചോദിച്ചാ അച്ഛൻ ഓർക്കില്ലേ എനിക്ക് അച്ഛനെ വേണ്ട, കാശ് മാത്രം മതിയെന്ന്. നിങ്ങളെന്താ അങ്ങനെ ചിന്തിക്കാത്തെ എന്ന് ചോദിക്കുന്നുണ്ട്. ചന്ദ്ര പറയുന്നുണ്ട്, മോളെ എങ്ങനെയാണേലും കുറച്ച് കാശെങ്കിലും ഒപ്പിച്ചു തരണം. അല്ലെങ്കിലേ നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ബിസിനസ് പൊട്ടി പാളീസായി പോവും. എത്രയും പെട്ടെന്ന് 5 ലക്ഷം രൂപയെങ്കിലും നിങ്ങളെ ബിസിനസ്സിലേക്ക് ഇറക്കിയില്ലെങ്കിൽ പിന്നെ നിങ്ങളെ തുടങ്ങി വെച്ചാൽ ആ ഇലക്ട്രോണിക്സ് കടയൊക്കെ പൂട്ടി പോകേണ്ടി വരുമെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. ശ്രുതി പറയാണ്, ആൻറ്റി ഞാൻ അതിനെക്കുറിച്ചൊന്നും ഓർക്കാതിരുന്നില്ല. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ അച്ഛൻ്റെ സാഹചര്യത്തിൽ അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല ഇളയച്ചനോടും ഈ സാഹചര്യത്തിൽ ചോദിക്കാൻ പറ്റില്ല. ഇളയച്ചനാണെങ്കിലോ അച്ഛൻ ഇറക്കാൻ വേണ്ടി മലേഷ്യയിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഓടി നടന്നുകൊണ്ടിരിക്കുക. അതിനിടയിൽ എനിക്ക് ബിസിനസ്സിന് കാശിതാ അതിന് കാശ് എന്നൊക്കെ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ് ചന്ദ്ര ഓരോ വിഷയമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ശ്രുതി പോയിട്ട് അവളുടെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, ഇങ്ങനെ എത്ര കാലം എന്ന് വെച്ചാൽ എനിക്ക് മടുത്തു. അച്ഛൻ്റെ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഏത് സമയവും പൈസ ചോദിച്ചുകൊണ്ടിരിക്കുക. 50 ലക്ഷം താ 5 ലക്ഷം താന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും പൈസ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാനിത് എവിടെ നിർത്തിട്ട് കൊടുക്കാനാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും കൂട്ടുകാരി പറയുന്നുണ്ട്, എൻ്റെ ഒരു ഐഡിയ ഉണ്ട്, നമുക്ക് ഇളയച്ചനെ ഒന്നുകൂടെ അങ്ങ് ഇറക്കാം. എന്തിന്? അതൊക്കെയുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ നീ അങ്ങ് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇളയച്ചൻ വരുന്നുണ്ട് ശ്രുതിയുടെ, അതായത് നമ്മുടെ ബീരാനിക്ക. അങ്ങനെ ബീരാനിക്ക വന്നതിന് ശേഷം അവിടെ ചന്ദ്രയോട് കരഞ്ഞോട് ചെന്നെടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. അയ്യോ എന്ത് പറ്റി? അദ്ദേഹത്തെ ഇതുവരെ ഇറക്കിയില്ലേ? അപ്പോഴേക്കും ഇയാൾ പറയുന്നുണ്ട്, എൻ്റെ ചന്ദ്ര ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കാനൊക്കെ വരുന്നുണ്ട്. ശ്രുതി ഇളയച്ചാന്നും പറഞ്ഞ് പിടിച്ചു മാറ്റുന്നുണ്ട്. എന്താ കാല ചവിട്ടിക്കൊണ്ട് എന്താ ഇളയച്ച എന്താ പറ്റിയേ? അച്ഛനെ ഞാൻ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അവിടെ ആരെയൊക്കെ ഫോണിൽ നിന്ന് വിളിച്ചുകൊണ്ടിരുന്നല്ലേ, ഇപ്പം എന്താ പറ്റിയേ? ഇളയച്ചനും ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. എന്താ അച്ഛാ എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ ശ്രുതിമോളേന്ന് പറഞ്ഞ ശ്രുതിമോടെ മേത്തൊക്കെ വീഴാൻ പോകുമ്പം ശ്രുതി കാലിന് ചവിട്ട് കൊടുക്കുന്നുണ്ട്. എന്താ ഇളയച്ചാന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അച്ഛൻ്റെ ആ പാർട്ട്നേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അവര് ആളെ വെച്ച് ജയിലിൽ വെച്ച് തന്നെ അച്ഛനെ കൊന്നുകളഞ്ഞ് മോളേന്നും പറഞ്ഞിട്ട് കരയുന്നുണ്ട്. ഇത് കേട്ടപാടെ ശ്രുതി എൻ്റെ അച്ഛാന്നും പറഞ്ഞുകൊണ്ട് ബോധം കെട്ട് തറയിലേക്ക് വീഴുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ശ്രുതിയുടെ അഭിനയമാണ് കേട്ടോ. ഇതെല്ലാം ഇവരുടെ നാടകമാണ്. അയ്യോ ശ്രുതി മോളേന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഓടി വന്ന് പിടിക്കുകയാണ്. ഈ സമയത്ത് രേവതി വെള്ളമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. സച്ചി മാത്രം ഒരു കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. രവിയാണെങ്കിലോ അയ്യോ ശ്രുതി മോളെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ ചുറ്റും നിൽക്കാണ്. അവൾ ബോധം കെട്ട് തറയെ കിടക്കുന്നുണ്ട്. ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ ശ്രുതി എന്ന് വിളിച്ച് കരയുന്നുണ്ട്.
രേവതി മുഖത്ത് വെള്ളം തളിക്കുമ്പോഴേക്കും പതിയെ പതിയെ ഉണർന്നു വരുന്ന പോലെയൊക്കെ ശ്രുതി അഭിനയിക്കാണ്. മോളെ എന്താ മോളെ പറ്റിയെന്നൊക്കെ ചോദിക്കാണ്. ഇളയച്ച, എന്റെ അച്ഛൻ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഇത്രയും കാലം ഞാൻ അച്ഛനോട് പിണക്കായിരുന്നു. ഇപ്പൊ അച്ഛൻ മിണ്ടാൻ ശ്രമിക്കുമ്പം എന്റെ അച്ഛൻ എന്നിന്ന് പോയോ? എനിക്കിത് സഹിക്കാൻ വയ്യ. എനിക്ക് അമ്മയില്ല, എനിക്ക് അച്ഛനില്ല, എനിക്ക് ലോകത്ത് ആരുമില്ല. ഞാൻ എന്തിനാണ് അച്ഛൻ ജീവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവളെ കരയുമ്പോഴേക്കും ചന്ദ്രയും ശ്രുതിയൊക്കെ പറയാണ്, എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? മോക്ക് ഞങ്ങളില്ലേ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ബീരാൻ പറയുന്നുണ്ട്, മോളെ ഏട്ടനെ മരിച്ചിട്ടുള്ളൂ, അനിയൻ ഇവിടെ തന്നെ ഉണ്ട്. മോളുടെ ഇളയച്ചൻ എങ്ങും പോയിട്ടില്ല. അച്ഛന് താഴെ രണ്ടാമത്തെ അച്ഛനാണ് ഇളയച്ചൻ, അത് മോക്ക് അറിയില്ലേ? ഈ ഇളയച്ചൻ എപ്പോഴും മോളെ കൂടെ തന്നെയുണ്ട് മോളെ എന്നും പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ പോകുമ്പോഴേക്കും അവൾ പെട്ടെന്ന് ചന്ദ്രയെ കെട്ടിപ്പിടിച്ച് അമ്മയെന്ന് പറഞ്ഞ് അവനെ ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്. ഞാനിനി എന്ത് ചെയ്യമ്മേ? എൻ്റെ അച്ഛനും മരിച്ചു, അമ്മയും മരിച്ചു, എനിക്കിനി ആരുമില്ലെന്ന് പറയുമ്പോഴേക്കും രവി പറയുന്നുണ്ട്, മോൾ അങ്ങനെയൊന്നും കരുതണ്ട. ദാ മോളുടെ അമ്മയായിട്ട് ചന്ദ്രയുണ്ട്, അച്ഛനായിട്ട് ഞാനും ഉണ്ട്, സഹോദരങ്ങളായിട്ട് ദാ ഇവിടെ ബാക്കി 2 പെൺകുട്ടികളും ഉണ്ട്, ബാക്കി 2 നിനക്ക് ഏട്ടന്മാരും ഉണ്ട്, അതുപോലെ തന്നെ ദാ നിന്റെ ഭർത്താവും ഉണ്ട്. പിന്നെ നീ എങ്ങനെ മോളെ അനാഥയാവുന്നത് എന്ന് ചോദിച്ചിട്ട് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ ചന്ദ്ര ചോദിക്കുകയാണ്, അല്ല ഇളയച്ച, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ ചന്ദ്രൻ മേഡം? ചോദിച്ചോളൂ. അല്ല, നമ്മുടെ ശ്രുതിയുടെ അച്ഛന്റെ സ്വത്തുക്കളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇനിയിപ്പൊ എങ്ങനെയാ? അപ്പോഴേക്കും ബീരൻ പറയുന്നുണ്ട്, എന്താ മേഡം ഇത്? ഒരാളുടെ മരണവാർത്ത അറിയിക്കാൻ വേണ്ടി ഞാൻ മലേഷ്യയിൽ നിന്ന് ഓടിപ്പിടിച്ച് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെയാണോ പറഞ്ഞത്? നിങ്ങൾക്ക് എന്ത് മനസ്സാ എന്നൊക്കെ ചോദിക്കുമ്പോൾ രവി പറയുന്നുണ്ട്, ചന്ദ്രെ കുറച്ചെങ്കിലും മനുഷ്യപ്പറ്റി കാണിക്ക്. ഇപ്പോഴാണോ അവരുടെ സ്വത്തിനെ കുറിച്ച് അന്വേഷിക്കേണ്ടത്? നിന്റെ മരുമകളുടെ സ്വന്തം അച്ഛനാ മരിച്ചു പോയത്. ആ സമയത്ത് സ്വത്തിനോട് ആക്രാന്തം കാണിച്ച് നിൽക്കുക, നാണമില്ലേ നിനക്ക് എന്ന് ചോദിച്ച് ചന്ദ്ര വഴക്ക് പറയുമ്പം ചന്ദ്ര, അത് പിന്നെ അറിയണ്ടേ രവിയേട്ടാ, ഇനിയിപ്പോ ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ വന്ന് അവരെ കാശും കൊണ്ട് പോയാലോ? അപ്പോഴേക്കും വീരാൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഒന്നും സംഭവിക്കില്ല. കാരണം ആ കാശെല്ലാം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ തന്നെ ഫ്രീസായി ഇരിപ്പുണ്ട്, ഒരു പ്രശ്നമില്ല. കോടിക്കണക്കിന് സ്വത്തുക്കൾ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ തന്നെ ഉണ്ട്, പ്രോപ്പർട്ടീസും എല്ലാം ഉണ്ട്. എന്തായാലും ഈ കേസ് അവിടെ ഇപ്പൊ ആക്റ്റീവ് ആകും. എന്റെ ഏട്ടനെ കൊന്ന ആ റൗഡികളെയും, അതായത് ആ പാർട്ണർമാരെയും എത്രയും പെട്ടെന്ന് പോലീസ് അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്ത് കാരണം തെളിയുന്നതോട് കൂടിയിട്ട് ആ അക്കൗണ്ട് എല്ലാം റിലീസാവും. അക്കൗണ്ടിലെ നോമിനിയായിട്ട് നമ്മുടെ ശ്രുതിമോളെയാണ് അദ്ദേഹം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ അക്കൗണ്ടിലെ ഫണ്ട് മുഴുവനും ശ്രുതിമോളുടെ അക്കൗണ്ടിലേക്ക് എത്രയും പെട്ടെന്ന് ട്രാൻസ്ഫർ ആകുമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് ശ്രുതിക്ക് സന്തോഷമാകുന്നുണ്ട്. അല്ല, എത്ര കാലം പിടിക്കും അത് ട്രാൻസ്ഫർ ആകാൻ? അതൊന്നും പറയാൻ പറ്റില്ല ചന്ദ്ര മേഡം. ചിലപ്പോ 2 മാസം, ചിലപ്പോ 6 മാസം വരെ ആകും. എന്തായാലും ഞാൻ മലേഷ്യയിലേക്ക് പോവാണ്. അദ്ദേഹത്തിന്റെ ബോഡി വിട്ടുതരില്ലെന്നാ പറയുന്നത്. അയ്യോ, അതെന്താ വിട്ടുതരാത്തെ? അയ്യോ ഇളയച്ച, എന്റെ അച്ഛന്റെ ബോഡി വിട്ടുതരില്ലേ? അമ്മേ, അച്ഛ, അങ്കിൾ, ആന്റി, നമുക്ക് പോയി അച്ഛന്റെ ബോഡി കൊണ്ടുവരാം, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും അടക്കം ചെയ്യാന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. ഈ സമയത്ത് വീരാൻ പറയാണ്, മോളുടെ ആ ആഗ്രഹമൊന്നും നടക്കില്ല. എന്താ അളേച്ചി പറഞ്ഞേ? അവസാനമായിട്ട് എന്റെ അച്ഛനെനിക്കൊന്ന് കാണണ്ടേ? ഇല്ല മോളെ, അത് നടക്കില്ല. അയ്യോ, എന്തൊക്കെ ഈ പറഞ്ഞെന്ന് ചോദിക്കാണ്. അത് പിന്നെ വേറൊന്നുമല്ല, ജയിലിൽ വെച്ച് കൊല ചെയ്തിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ആ സമയത്താണ് ഞാൻ പോയപ്പം അറിയുന്നത് അദ്ദേഹത്തിന്റെ ബോഡി പോലും കാണാൻ നമുക്ക് കിട്ടില്ല. അദ്ദേഹത്തിന് അവിടെ വെച്ച് തന്നെ, മലേഷ്യയിലെ ജയിലിൽ വെച്ച് തന്നെ അടക്കം ചെയ്യുമെന്ന് പറയുമ്പം നമ്മുടെ സച്ചി ചോദിക്കാണ്, നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞേ? ഒരാളുടെ ബോഡി വിട്ടുതരില്ലെന്നോ? ഏത് രാജ്യത്താണേലും എവിടെയാണേലും എങ്ങനെ മരിച്ചാലും ഒരാളുടെ ബോഡി അവരുടെ സ്വന്തക്കാർക്ക് വിട്ടുകൊടുക്കാതിരിക്കില്ലല്ലോ. പിന്നെ ജയിലിൽ വെച്ച് മരിച്ച എന്താ പ്രത്യേകത? ജയിലിൽ ആരെങ്കിലും ബോഡി അടക്കം ചെയ്യുമോ? നിങ്ങൾ എന്തൊക്കെയാ വാലന്തരയിലെ സംസാരിക്കാൻ ചോദിക്കുമ്പം, മോനെ സച്ചി, ഇവിടുത്തെ നിയമമാണല്ലോ മലേഷ്യയിലെ നിയമം. അദ്ദേഹം ഇപ്പൊ ഒരു കേസിൽപ്പെട്ട് അകത്ത് കിടക്കല്ലേ. ആ സമയത്തായിരുന്നല്ലോ കൊലപാതകം. അതുകൊണ്ട് ആ ബോഡി വിട്ടുതരില്ലെന്ന് അവര് പറയുന്നത്. അതങ്ങനെ വിട്ടുകൊടുക്കണമെങ്കിൽ നമ്മൾ ആരെങ്കിലും പോയി ജയിലിൽ കിടക്കണമെന്ന് അവര് പറയുന്നേ. അപ്പോഴേക്കും ചന്ദ്ര, എന്റെ ഈശ്വര, അതൊന്നും വേണ്ട. സച്ചി പറയാണ്, ഒരാള് മരിച്ചാല് അയാൾക്ക് പകരം ജയിലിൽ കിടക്കണമെന്നോ? എന്തൊക്കെ ഈ പറയുന്നേ? ആ സച്ചിമോനെ, അതൊക്കെ മലേഷ്യയിലെ നിയമങ്ങളാ. മലേഷ്യയിലെ നിയമം അറിയില്ലെങ്കിലേ അതൊക്കെ പഠിക്കണം. എന്തായാലും അത് കേട്ടപ്പോഴേ എനിക്ക് ഭയങ്കര സങ്കടമായി. ഒരു നോക്കൊന്ന് കാണിക്കാവോന്ന് ചോദിച്ച് ഞാൻ ആ ജയിലറുടെ കാലി വീണ് കരഞ്ഞപ്പം അദ്ദേഹത്തിന്റെ മോഹം മാത്രം എന്നെ ഒന്ന് കാണിച്ചിട്ട് ഇനി മേലെ ഈ വഴിക്ക് വന്നു പോയേക്കെന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാ അവര് പോയത്. ഞാനാണെങ്കിലോ കുറെ കാശ് കൊടുക്കാന്നൊക്കെ പറഞ്ഞപ്പോഴാ വീണ്ടും എന്നെ ആ മുഖം ഒന്ന് കാണിച്ചത്. പൊട്ടി അവസാനമായിട്ട് എന്റെ ഏട്ടനൊരു ഉമ്മയും കൊടുത്ത് ഞാൻ കരയായിരുന്നൊക്കെ പറഞ്ഞ് വീഴാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ അഭിനയിക്കാണ്.
ശ്രുതിയാണെങ്കിലോ ഇയാളെ ഓവറാക്കി ചെലവാക്കോ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് അവളും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്റെ അച്ഛന്റെ ഒരു മുഖം പോലും എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. അവസാനമായിട്ട് ആ മുഖം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അച്ഛന്റെ ചിതാഭസ്മെങ്കിലും കിട്ടുമോ ശ്രുതി? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒഴുക്കാം, നമുക്ക് അച്ഛന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യാന്നൊക്കെ പറയുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, മോളെ അതൊന്നും കിട്ടില്ല മോളെ, ഇവിടുത്തെ പോലെ ഒന്നും അല്ല അവിടുത്തെ കാര്യങ്ങൾ. അതൊക്കെ ഞാൻ കുറെ ശ്രമിച്ചതാ. ചിതാഭസ്മെങ്കിലും മോളുടെ കയ്യിൽ തരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. ഞാൻ അവിടെ കാശും കുറെ എറിഞ്ഞു നോക്കി, പക്ഷെ പറ്റിയില്ല. അതിനൊന്നും അവർ സമ്മതിച്ചില്ല. ഇനി അവിടെ നിന്നാ എന്നെ പിടിച്ച് അകത്തിരുന്ന് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചെങ്ങ് പോയിരുന്നു. എന്റെ ശ്രുതിമോൾക്ക് ഞാനല്ലാതെ മറ്റാരുണ്ട്? ആ തോന്നലുകൊണ്ട് ഞാൻ ഇങ്ങ് പോയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഞാന് പോയി ഇളയമ്മയുടെ മക്കളോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്കും കാണാൻ പറ്റാത്തതിൽ വല്ലാത്ത സങ്കടം എന്ന് പറയുമ്പോ സച്ചി പറയാണ്, അല്ല നിങ്ങളുടെ ഭാര്യ മക്കളൊക്കെ ഉണ്ടോ? പിന്നെ അവരെന്താ ശ്രുതിയെ കാണാൻ വരാത്തെ എന്ന് ചോദിക്കുമ്പം ചന്ദ്ര ചോദിക്കാണ്, എന്താടാ ഇപ്പൊ അതൊക്കെയാണോ വിഷയം? നീ ഒന്നും മിണ്ടാതിരുന്നേ, ആവശ്യമില്ലാത്തതെല്ലാം കയറി അഭിപ്രായം പറഞ്ഞോളും എന്നും പറഞ്ഞ് ചന്ദ്ര വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബീരാനാണെങ്കിൽ കരഞ്ഞ് അഭിനയിച്ചിട്ട് പറയുന്നുണ്ട്, മോളെ എന്നാല് ഞാൻ പോവാ, കുറെ ഫോർമാലിറ്റീസിലൊക്കെ തീർക്കാനുണ്ട്. പിന്നെ നമ്മുടെ സാറിന് നമ്മുടെ അച്ഛന് വേണ്ടിയിട്ട് ഒരാളോടെ വാദിക്കുന്നുണ്ട്, ഒരു വലിയ വക്കീല. കുറെ കാശെറിഞ്ഞ ഞാൻ വാദിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിനെങ്കിലും നമുക്ക് നീതി മേടിക്കണ്ടേ? ഇത്രയും കാലം അദ്ദേഹം ചെയ്യാത്ത തെറ്റിനാ ജയിലിൽ കിടന്നത്. ഇനി അദ്ദേഹം ആ ഭാരം ചുമന്നുകൊണ്ട് ഒരിക്കലും മരിച്ചിട്ട് ആത്മാവിന് ശാന്തി കിട്ടാതിരിക്കരുത്. ആ ആത്മാവിന് ശാന്തി വേണം. അതിനുവേണ്ടി ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് ആ കൊലപാതകളെല്ലാം ഞാൻ ജയിലിലാക്കും. എന്നിട്ട് അദ്ദേഹത്തിന് സ്വത്തുക്കളെല്ലാം റിലീസ് ചെയ്ത് അതെല്ലാം ഞാൻ മോളുടെ അക്കൗണ്ടിലേക്ക് ആക്കും. എന്നിട്ട് ഇയാളെ മടങ്ങി വരുള്ളൂ എന്നും പറഞ്ഞ് ഭയങ്കര ഒരു നല്ല ഒരു മാസ് ഇതൊക്കെ കാണിച്ചുകൊണ്ട് അവിടുന്ന് ബീരാൻ തിരിച്ചിറങ്ങി പോകുന്നുണ്ട്. അപ്പോഴേക്കും അവള് ഭയങ്കരമായിട്ട് നമ്മുടെ ചന്ദ്രയെ കെട്ടുപിടിച്ചൊക്കെ കരയുന്നുണ്ട്. ചന്ദ്രയും രവിയും ഒക്കെ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ചന്ദ്ര മനസ്സിലോർക്കാണ്, ഓ അച്ഛൻ മരിച്ചാൽ എന്താ കുഴപ്പം? അയാളുടെ കോടിക്കണക്കിന് സ്വത്തുക്കളല്ലേ അക്കൗണ്ടിൽ കിടക്കുന്നത്. ഇപ്പൊ ഫ്രീസാ, കൊലപാതകളൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാതിരിക്കും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാലും ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് വരും ആ കോടികള്. ഹോ, എന്നിട്ട് വേണം എനിക്കൊന്ന് സുഖിക്കാൻ. എങ്ങനെ പോയാലും ഒരു വർഷം അതേ കൂടി പോയില്ല. അപ്പോഴേക്കും എന്റെ മോളുടെ അക്കൗണ്ടിലേക്ക് കാശെല്ലാം വരുമല്ലോ എന്നൊക്കെ ഓർത്ത് സന്തോഷം മനസ്സിൽ കരുതിക്കൊണ്ടാണ് ശ്രുതിയെ കെട്ടിപ്പിടിക്കുന്നത്. അങ്ങനെ സച്ചിയും രേവതിയും കൂടെ മുറിയിലേക്ക് പോയിരിക്കുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, അല്ല രേവതി, നിനക്ക് ഈ കഥ കേട്ട് വിശ്വസിക്കാൻ തോന്നുന്നുണ്ടോ? എന്ത് സച്ചേട്ടാ അങ്ങനെ പറഞ്ഞത്? അല്ല, എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു പ്രശ്നം പോലെ. എവിടെ വെച്ച് മരിച്ച ഒരാളാണെങ്കിൽ പോലും ബന്ധുക്കളെ കാണിക്കാതെ ആരും അടക്കാറില്ല. അത് നിനക്കറിയാലോ. ഇപ്പൊ ഗൾഫിലാണെങ്കിലും മറ്റേത് രാജ്യത്താണെങ്കിലും. അത് ശരിയാ സച്ചേട്ടൻ പറഞ്ഞത്, ഞാനും അത് ഓർത്തു. അതെന്താ അങ്ങനെ അവിടെ തന്നെ അടക്കൂന്ന് പറഞ്ഞത്? അത് മാത്രല്ല, അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഫ്രീസ് ആണെന്ന് പറഞ്ഞു. പിന്നെ അത് എപ്പോൾ റിലീസ് ആക്കുന്ന ഇവർ പറയുന്നേ? മലേഷ്യയിലൊക്കെ ആകുമ്പം അങ്ങനെ ജയിലിൽ കയറിയൊക്കെ കൊലപാതകം ചെയ്യാതൊക്കെ പറ്റുമോ? അവിടുത്തെ ആളുകളെ വെച്ചാണെന്ന് പറഞ്ഞാൽ പോലും അവിടെയൊക്കെ അത്രയൊക്കെ സുരക്ഷയുള്ളതല്ലേ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇതിനകത്തൊക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. പിന്നെ ഈ മലേഷ്യക്കാരൻ ഇളയച്ചൻ പറഞ്ഞ ആളെ എവിടേക്കോ എനിക്ക് കണ്ട് നല്ല പരിചയമുണ്ട്. അയാൾ എന്തായാലും മലേഷ്യക്കാരനാണെന്നും എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലുമൊക്കെ കള്ളത്തരം കാണില്ലേ ഈ ശ്രുതിക്കെന്ന് പറയുമ്പം രേവതി പറയാണ്, ഓ എനിക്കൊന്നും അറിയില്ല സച്ചേട്ടാ. എന്തായാലും അവളുടെ അച്ഛൻ മരിച്ചു, ഒന്ന് കാണാൻ പോലും പറ്റില്ലെന്ന് പറഞ്ഞ് ആ പാടെ സങ്കടത്തിൽ അവള്. ചിതാഭസ്മം പോലും അവൾക്ക് കിട്ടിയില്ലല്ലോ. പിന്നെ നമ്മളായിട്ട് അവളെ വിഷമിപ്പിക്കാൻ നിൽക്കണ്ട സച്ചേട്ടാ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾക്ക് സംശയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്ന് പറഞ്ഞ് അവളെ വെറുതെ കുത്തരുത്. വെറുതെ അവൾക്കത് സങ്കടാവും. പിന്നെ അമ്മയ്ക്ക് അച്ഛനൊക്കെ അത് മതി. ഒരാളുടെ അച്ഛനൊക്കെ മരിച്ചുള്ള വേദന അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവും. എന്റെ അച്ഛൻ മരിച്ച സമയത്ത് ഞാൻ എന്തുമാത്രം അനുഭവിച്ചതാ. ആ സങ്കടം ദുഃഖമൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിലും നീറുക. ഇത്രയും കാലമായിട്ട് പോലും എന്റെ മനസ്സിലാവൊന്നും പോയിട്ടില്ല. അപ്പൊ പിന്നെ ഇന്നലെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞപ്പോ ആ ശ്രുതിക്ക് എങ്ങനെ ഉണ്ടാവും? അവളാണെങ്കിൽ പിണങ്ങിയിരിക്കുകയായിരുന്നു. ഇത്രയും കാലമായിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോലും അവൾക്ക് പറ്റിയിട്ടില്ല. ആ അവസരത്തില് നമ്മൾ ഒരു കാരണവശാലും അവളെ എങ്ങനെ ഇട്ട് ടോർച്ചർ ചെയ്യാൻ പാടില്ല. പറഞ്ഞു മനസ്സിലായല്ലോ? അല്ലാതെ വെറുതെ അവളോട് ബഹളം വെക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചിയോട് രേവതി പറയുന്നുണ്ട്. അങ്ങനെ വീരാൻ പോയി കഴിയുമ്പോഴേക്കും നമ്മളെ ശ്രുതിക്ക് ആശ്വാസം ആവുന്നുണ്ട്. ഹോ, ഇനിയിപ്പോ സമാധാനമുണ്ട്. ഒരു വർഷത്തേക്കെങ്കിലും ഈ തള്ള മിണ്ടാതിരിക്കുമല്ലോ.
ആ സമയം കൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ ബിസിനസ്സിൽ ഡെവലപ്പായി കുറെ കാശ് ഇവർക്ക് കൊടുക്കണം, ഇവരെ വാ അടപ്പിക്കണം എന്നൊക്കെ ശ്രുതി മനസ്സിൽ കരുതുന്നുണ്ട്. അങ്ങനെ മുറിയിൽ കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരു അഭിനയിക്കാണ്. ഈ സമയത്ത് ശ്രുതി വന്നിട്ട് അവളെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവളുടെ സുഹൃത്ത് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല എല്ലാ കാര്യം സെറ്റായും ചോദിക്കുമ്പം എല്ലാം സെറ്റായെന്ന് പറഞ്ഞ് അവള് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് രേവതി അടുക്കളയിൽ ചായ വെക്കായിരിക്കും. എന്നിട്ട് ഓർക്കുന്നുണ്ട്, പാവം അവള് കരഞ്ഞു തളർന്ന് കിടക്കായിരിക്കും. അവൾക്ക് അവളൊരു ഒന്ന് കഴിച്ചുകൂടിയില്ലല്ലോ, എന്തെങ്കിലും കൊണ്ട് കൊടുക്കാന്നും പറഞ്ഞിട്ട് രേവതി ഇവൾക്ക് ചായ ഇട്ടുകൊണ്ട് അവളുടെ മുറിക്കിലേക്ക് ചെല്ലായിരിക്കും. ആ സമയത്താണ് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഈ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് സന്തോഷം പൊട്ടിച്ചിരിക്കുന്നത് നമ്മൾ രേവതി കാണുന്നത്. എന്തായാലും സമാധാനമായി, ഇനി കുറെ കാലത്ത് ശല്യം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞതാണ് രേവതി കേൾക്കുന്നത്. അന്നും പറഞ്ഞ് ഫോൺ വെച്ചിട്ട് അവളെ തുള്ളിച്ചാടി നടക്കാണ്. എന്നിട്ട് സമാധാനത്തിൽ വന്ന് കട്ടയിലോട്ട് ഇങ്ങനെ ചാടി കിടക്കുന്നുണ്ട്. അപ്പോഴേക്കും രേവതി അവളുടെ കഥകളി മുട്ടുമ്പോഴേക്കും ആ തുറന്നോന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സങ്കടഭാവം അഭിനയിച്ചിരിക്കുന്നുണ്ട്. ഇപ്പൊ രേവതി കണ്ടതാണല്ലോ കഥകിനിടയിൽ കൂടെ അവളെ ചിരിച്ചുല്ലസിക്കുന്നത്. പെട്ടെന്നാണ് അവൾ ആ മുഖശേപ്പൊക്കെ മാറ്റി സങ്കടഭാവത്തിലേക്ക് മാറിയത്. അല്ല, നീ ഒന്നും കഴിച്ചില്ലല്ലോ, ഞാൻ ചായം കൊണ്ട് വന്നതാ. താങ്ക്സ് ഉണ്ട് രേവതി, ഞാൻ ഒരുപാട് വിഷമിച്ചിരിക്കായിരുന്നു. നീ ചായം കൊണ്ട് വന്നല്ലോ, എനിക്ക് ഒത്തിരി ആശ്വാസമുണ്ട്. എനിക്ക് തലവേദനയൊക്കെ എടുക്കുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചിരുന്ന് കിടന്നോട്ടെ. ഫുഡ് കഴിക്കാൻ എന്നെ വിളിക്കണ്ട, എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാ മതിയെന്നും പറഞ്ഞിട്ട് രേവതിയായിരുന്നു ചായ മേടിച്ചു വെച്ചിട്ട് അവന് ശ്രുതികളെ പറഞ്ഞിടുന്നുണ്ട്. രേവതി നേരെ പോയി സച്ചിയോട് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. സച്ചേട്ടൻ പറഞ്ഞതിൽ എനിക്ക് ചില സംശയമൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഞാൻ കഥവിന്റെ വടവേ കൂടെ കണ്ടതാ. ശ്രുതി നല്ല ഹാപ്പി ആയിട്ട് അവരുടെ ഫോണിലും സംസാരിച്ച് തുള്ളി ചാടി കട്ടിലിൽ ചാടി മറയുന്നതും കിടക്കുന്നതൊക്കെ. പക്ഷെങ്കില് കഥ പറഞ്ഞപ്പം പെട്ടെന്ന് അവളുടെ ഭാവമൊക്കെ മാറി വല്ലാണ്ട് കരഞ്ഞിരിക്കുന്നതിലൊക്കെ അഭിനയിക്കുന്നത്. അപ്പോൾ എനിക്കെന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് സച്ചേട്ടാന്ന് പറയാണ്. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ ശ്രുതിയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവരും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.